പൂർത്തിയാകുമ്പോൾ നമ്മളിവിടെ 2 മണി മുതൽ ഇവിടെ കൂടിയിരിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ നമ്മൾ ഇവിടെ ആസ്വദിച്ചവരാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സ്കൂളിന്റെ സ്ഥാപിതത്തെ കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അഭിവന്ദ്യനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പൗരപ്രമുഖരായ ആളുകളെ തിരുവനന്തപുരത്ത് മഹാനായ കേരളത്തിന്റെ പരിഷ്കർത്താവ് CH മുഹമ്മദ് കോയ സാഹിബ് വിളിച്ചു ചേർത്ത യോഗത്തിൽ അവിടെയാണ് ഈ ഒരു സ്കൂളിന്റെ ചർച്ച ഉണ്ടാകുന്നത്. അനുവദിച്ച മുഴുവൻ സ്കൂളുകളും തൊടുപുഴയിലും ഈരാറ്റുപേട്ടയിലും കാഞ്ഞിരപ്പള്ളിയിലും പൊൻകുന്നത്തും എറണാകുളത്തും ഒക്കെയുള്ള സ്കൂളുകൾ വിറ്റുപോകുകയോ അല്ലെങ്കിൽ നിന്നു പോവുകയോ പൂട്ടിപ്പോവുകയോ ചെയ്തപ്പോഴും ഒരു കോട്ടവും വരാതെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. കാരണം 2004 കരീം സാഹിബിന്റെ നാമധേയത്തിൽ നമ്മൾ ഹൈസ്കൂൾ ആരംഭിച്ചു. അന്ന് 2006 മുതൽ എഴുതിയ മുഴുവൻ SSLC പരീക്ഷകളിൽ 100% കുട്ടികളെ ജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം കൂടി ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ സ്കൂള് തരുമ്പോൾ സൂഫി സാഹിബ് എന്നോടൊരു കാര്യം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ ബോയ്സ് ഹൈസ്കൂൾ മേടിച്ച് കൊണ്ടുപോയാൽ 2-3 വർഷം കഴിയുമ്പോൾ നിന്ന് പോവുകയില്ല. കാരണം സൂഫി സാഹിബ് എനിക്ക് ഹൈസ്കൂൾ അനുവദിച്ചു തരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എറിയാൻ അറിയാവുന്ന വല്യ കല്ല് കൊടുത്താൽ ഉന്നം നോക്കി അവൻ എറിഞ്ഞിരിക്കും എന്ന് തന്നെ അന്ന് പറഞ്ഞു. അതിന്റെ 50 വർഷക്കാലം പൂർത്തീകരിക്കുന്ന ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമാവാൻ കഴിയുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനമാണ് എന്ന് ജീവിതത്തിലൂടെയൊക്കെ നാം പഠിച്ചു പോയവരാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ വിദ്യ അഭ്യസിക്കുക, സ്കൂളിൽ പോവുക, പഠിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നുവെങ്കിൽ നാം ഒക്കെ ജീവിതം കൊണ്ട് പഠിച്ചു വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്. പരിശുദ്ധമായ പ്രത്യയശാസ്ത്രം, ദീനുൽ ഇസ്ലാം വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള പ്രാധാന്യം കൊടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് വളരെ ദീർഘദർശിയായ മഹാനായ BMA കരീം സാഹിബ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്കൂളിന് രൂപം കൊടുക്കാൻ കാരണമായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ തന്റെ സമുദായത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ളൊരു നവോത്ഥാനത്തിലൂടെ മാത്രമേ സാംസ്കാരികപരമായും സാമ്പത്തികപരമായും മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ എന്ന തിരിച്ചറിവോടുകൂടി ഈ നാടിന്റെ എക്കാലത്തെയും നഗര പിതാവായ പ്രിയപ്പെട്ട BMA കരീം സാഹിബ് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ CH നമുക്ക് വേണ്ടി അനുവദിച്ചു നൽകിയ ഈ സ്കൂള് ഇന്ന് 50ാം വർഷം എത്തി നിൽക്കുമ്പോൾ തീർത്തും ഈ 50ാമത്തെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം വിതറുന്നതിന് സ്ഥാപിതമായ ഈ സ്കൂൾ ഇന്ന് ഇവിടെയുള്ള മുഴുവൻ സമൂഹത്തിനും ഒരു പ്രകാശഗോപുരമായി വർദ്ധിക്കുകയാണ്. ബഹുമാന്യനായ കരീം സാഹിബിനെ ഓർക്കാതെ ഈ കഴിഞ്ഞുപോയ 50 വർഷത്തെ അയവിറക്കാൻ നമുക്ക് സാധിക്കും. അഡ്വക്കേറ്റ് കരീം സാഹിബ് സത്യത്തിൽ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഈ നഗരത്തിന്റെ അതിന്റെ വികാസത്തിൽ അതിന്റെ ഓരോ ചുവടുവെപ്പിലും തൻ്റെതായിട്ടുള്ള സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവും കരീം സാഹിബും തമ്മിൽ വളരെ സുദൃഢമായ ബന്ധമായി. അതൊരു ആത്മസുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമായിരുന്നു.
രാഷ്ട്രീയത്തിനപ്പുറം അവർ പരസ്പരം ബഹുമാനിച്ചു. കരീം സാഹിബിന് പരിചയമില്ലാത്ത ഒരു നേതാക്കളും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. PMSA പൂക്കോയ തങ്ങൾ, അന്നത്തെ പഞ്ചായത്ത് മന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നാഹർ, അതിനുശേഷം ശിഹാബ് തങ്ങൾ, ഇവരൊക്കെയായി വലിയ ആത്മബന്ധം കരീം സാഹിബുണ്ടായി. പക്ഷെ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം അത് സമൂഹത്തിന് വേണ്ടി, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തി. അതിന്റെ ഏറ്റവും വലിയ ഒരു സ്മാരകമാണ് അദ്ദേഹത്തിന്റെ തന്നെ രക്ഷിതാക്കളുടെ പേരിൽ മുഹമ്മദ് മേത്തറും മറിയുമ്മയുടെയും സ്മരണക്കായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഈ സ്കൂൾ. ഇത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ, അദ്ദേഹത്തിന്റെ പുത്രന്മാർ ആ ദൗത്യം